ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇട്ടൊരു ടോക്ക് ജോസഫിനെ പറ്റി. അപ്പം അത് ഇന്നലെ ഞാൻ സ്റ്റേറ്റസിൽ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അത് കേൾക്കുകയും ചെയ്തു. പിന്നെ ഇന്നലെ ഒരു ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പിലാണെങ്കിലും അതിനെപ്പറ്റി പറയുകയൊക്കെ ചെയ്തു. അപ്പം അതെല്ലാം കേട്ടിട്ട് ഇന്ന് രാവിലെ ഒരാൾ ജോലിക്ക് പോകുമ്പോൾ ഒരു ലേറ്റായി, പുള്ളി പോകാനായിട്ട് ലേറ്റായി. അപ്പം ട്രെയിൻ ഒന്നും കിട്ടിയില്ല. അപ്പം കാർ എടുക്കേണ്ടി വന്നപ്പം ഒരാൾക്ക് ലിഫ്റ്റ് കൊടുക്കേണ്ടി വന്നു. അപ്പോൾ ആ ലിഫ്റ്റ് കൊടുത്തു. അവർ രണ്ടുപേരും ഒരേ സ്ഥലത്തോട്ട് ജോലിക്ക് പോകുന്നു. അപ്പോൾ ആ ജോലിക്ക് പോകുന്ന സമയത്ത് കൂടെ ഉള്ള ആളോട് ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോഴത്തേക്ക് അവരും വളരെ എൻകറേജ്ഡ് ആയിട്ടാണ് പോയി. അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു മെസ്സേജ് വന്നു. വീണ്ടും ഇതേ ടോക്ക് കേട്ട് അതിൽ ഒത്തിരിയും കാര്യങ്ങളുണ്ട്, പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഒരു മെസ്സേജ് വന്നു. അഗെയിൻ അപ്പോൾ അന്നേരം ഞാൻ പിന്നീട് ജോസഫിനെ പറ്റി ആലോചിക്കാൻ തുടങ്ങി. അപ്പം അതിൽ വീണ്ടും ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ, ജോസഫിന് ഒരു ഡ്രീം ഉണ്ടാകുന്നു. അപ്പം അവിടെ ബ്രദേഴ്സിനൊന്നും അത് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം ഈ ബ്രദേഴ്സ് എല്ലാം തന്നെ പുള്ളിയുടെ മുന്നിൽ വേർഷിപ്പ് ചെയ്യേണ്ടി വരും, നീൽ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ബ്രദേഴ്സിനൊന്നും തന്നെ അത് ഇഷ്ടപ്പെടുന്നില്ല. അത് കഴിഞ്ഞ് രണ്ടാമതും ആ ഡ്രീം ദൈവം കൺഫേം ചെയ്യുമ്പോഴും അത് പുള്ളി ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് അപ്പന് പോലും ഇഷ്ടപ്പെടുന്നില്ല. കാരണം അപ്പനും അമ്മയും എല്ലാവരും പുള്ളിയുടെ മുന്നിൽ കുമ്പിടും എന്നുള്ള രീതിയിൽ ഒരു ഡ്രീമാണ്. അപ്പോഴേക്കും ഇതെല്ലാം തന്നെ ദൈവം ഒരു ഡ്രീം കൊടുക്കുന്നു, ഇത് സംഭവിച്ചിരിക്കും. അപ്പോൾ അത് അപ്പന് പോലും അത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ബ്രദേഴ്സ് ജോസഫിനെ കൊല്ലാൻ നോക്കുന്നു, എന്നിട്ട് മരിച്ചു എന്നുള്ള രീതിയിൽ തന്നെ അപ്പനോട് പറയും. അപ്പം അപ്പൻ അതാണ് വിശ്വസിക്കുന്നത്, ജോസഫ് മരിച്ചു എന്നുള്ളത്. പക്ഷെ ദൈവം ജോസഫിനെ ഈജിപ്തിലാണെങ്കിൽ പോലും, ശത്രു രാജ്യത്തിലാണെങ്കിൽ പോലും, അടിമയായിട്ട് കൊണ്ടുപോയ സ്ഥലത്താണെങ്കിൽ പോലും അവിടെ ഫറോ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ആളെന്നുള്ള രീതിയിൽ ജോസഫിനെ ഉയർത്തുന്നുണ്ട്. അപ്പം ആ ടൈമിൽ ഒരു ജയിലിലെല്ലാം കിടന്ന് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ഗവർണറായിട്ടാണ് പുള്ളി എടുക്കുന്നത്. പക്ഷേ ആ ഒരു പ്രോസ്പെറിറ്റിയിലാണെങ്കിൽ പോലും ജോസഫ് തിരിച്ച് ഇവിടെ പോയിട്ട് ഈ ആൾക്കാരെ, അതായത് അപ്പനെ ആണെങ്കിലും ബ്രദേഴ്സിൻ്റെ അടുത്തെല്ലാം ആ ഒരു പൊസിഷനിൽ പോയിരുന്നെങ്കിൽ ഇവരെല്ലാവരും തന്നെ അവിടെ ഈ ഡ്രീമിൽ കണ്ടതുപോലെ തന്നെ കുമ്പിടേണ്ടി വന്നേനെ. പക്ഷേ ജോസഫ് അങ്ങനെ ചെയ്യുന്നില്ല. ഏകദേശം അത് കഴിഞ്ഞിട്ട് പിന്നെയും അറ്റ്ലീസ്റ്റ് ഒരു 8-9 വർഷം കഴിഞ്ഞിട്ട് ഇവർ വലിയ ക്ഷാമം നേരിടുമ്പോഴത്തേക്ക് ജോസഫിൻ്റെ അടുത്ത് പോവുകയും ഈ ഡ്രീമിൽ കണ്ടതുപോലെ തന്നെ ഇവരെല്ലാവരും തന്നെ ജോസഫിന് മുന്നിൽ കുമ്പിടുന്നുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പലപ്പോഴും ആൾക്കാർക്ക് കുടുംബക്കാരെ ആണെങ്കിലും കൂട്ടുകാരെ കൂട്ടുകാരെ എല്ലാം എപ്പോഴും ഇമ്പ്രസ് ചെയ്യണമെന്നുള്ള ഭയങ്കര ആഗ്രഹം. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ നേട്ടം വരുമ്പോഴാണെങ്കിൽ പോലും അത് ഭയങ്കരമായിട്ട് പബ്ലിസൈസ് ചെയ്യുക, ആൾക്കാരുടെ ഒരു അപ്രൂവൽ കിട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ക്രേവിങ് ആണ്. ഒരു ചെറിയ ഒരു ഫുഡ് കഴിക്കുവാണെങ്കിൽ ഒരു പാർട്ടി ഇതിനെല്ലാം ഫോട്ടോ ഒക്കെ എടുത്ത് അതൊക്കെ ഷെയർ ചെയ്യുമ്പോഴത്തേക്ക് എല്ലാം തന്നെ ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെൻഡൻസി. അതേസമയം ജോസഫിൻ്റെ കാര്യത്തിൽ ജോസഫിന് ദൈവം ഒരു ഡ്രീം കൊടുത്തു. ആ ഡ്രീം ആ ടൈം അനുസരിച്ച് തന്നെ നടക്കട്ടെ എന്നുള്ള രീതിയിൽ. അല്ല ജോസഫ് അവിടെ ഒരു ചെറിയൊരു ഉയർച്ച ഉണ്ടാകുമ്പോൾ ഉടനെ അവിടോട്ട് ഈ ആർമിയും കൊണ്ടൊക്കെ പോയിട്ട് അത് ഫോഴ്സ് ചെയ്യിക്കുമല്ല, ആ ടൈമിന് വേണ്ടി വെയിറ്റ് ചെയ്യുക ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് കംസ് ടു പാസ്. അപ്പം ഞാൻ അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്. അഗെയിൻ ഈ സിറ്റുവേഷനിലെല്ലാം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരുടെയും തോട്ട്സ് ജോസഫിനെ പറ്റി തിങ്ക് ചെയ്യാനായിട്ട്, ബൈബിളിലെ വേർഡ് തിങ്ക് ചെയ്യാനായിട്ട്, എന്തെല്ലാം പോസിബിലിറ്റീസ് തിങ്ക് ചെയ്യാനായിട്ട് ഈ ദൈവത്തിൻ്റെ വചനം എല്ലാവരെയും ലീഡ് ചെയ്തു എന്നുള്ള, എന്നെ ഉൾപ്പെടെ. അപ്പം ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മുടെ ഇമാജിനേഷൻസിനെ, നമ്മുടെ ചിന്തകളെ ഇതെല്ലാം തന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇത് വേർഡ് അല്ലാത്ത ചിന്തകളാകുമ്പോഴത്തേക്ക് സൈറ്റൻ്റെ ലൈസാണ് പലപ്പോഴും ആൾക്കാർ ചിന്തിക്കുന്നത്. അന്നേരം അവർ കൂടുതൽ പ്രയാസത്തിലും വറിയിലും ആങ്സൈറ്റിയിലും ഡൗട്ടിലും എല്ലാം പോകുന്നത് വചനമല്ലാതെ മറ്റു പല കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴത്തേക്ക് അവർ വളരെ ഡിപ്രസ്ഡായി പോകുന്നുണ്ട്. അതേസമയം
എല്ലാവരും വചനം നിറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എന്തുമാത്രം അവിടെ എല്ലാവരും ധൈര്യപ്പെടുകയും ഇവിടെ കൊരിന്ത്യർ 2 കൊരിന്ത്യർ 10 പറയുന്ന പോലെ കാസ്റ്റിംഗ് ഡൗൺ ഇമാജിനേഷൻസ്, അതായത് വചനമല്ലാത്ത നമ്മുടെ ചിന്തകൾ അത് നമുക്ക് വലിയൊരു പ്രിസൺ പോലെ നമ്മളത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളെ ഇംപ്രിസൺ ചെയ്യുന്ന പോലെ അതിൻ്റെ പവറുണ്ട്. അപ്പോൾ ആ കോട്ട പോലെ അതങ്ങാവും, ഒരു കാസിൽ പോലെ അതിൻ്റെ അകത്ത് നമ്മളെ പിടിച്ച് തടവറയിലാക്കുന്ന പോലെ ഉള്ളൊരു രീതിയിലേക്ക് നമ്മുടെ ചിന്തകൾക്ക് അതിനൊരു പവറുണ്ട്. ഈ ചിന്തകൾ ഇങ്ങനെ ഈ കോട്ടകൾ പോലെ ആകുന്നതിനെ പൊളിച്ചടുക്കുന്ന കാര്യമാണ് വചനം നമ്മൾ ഷെയർ ചെയ്തപ്പോൾ അവിടെ സംഭവിച്ചത്. അവിടെ ഭയവും അവിശ്വാസവും സംശയങ്ങളും എല്ലാം മാറിയിട്ട് വചനപ്രകാരം നമ്മൾ ചിന്തിച്ചപ്പോഴത്തേക്ക് വചനത്തിനെതിരായിട്ട് നിൽക്കുന്ന കോട്ടകൾ പോലുള്ള സംഭവങ്ങൾ അത് പൊളിച്ചടുക്കുക ചെയ്തത്. അപ്പം എഗെയിൻ എന്തുമാത്രം നമുക്ക് നല്ല വാക്കുകൾ, അത് വചനപ്രകാരമുള്ള വാക്കുകൾ പറയുമ്പോഴത്തേക്ക് എത്ര പേരെ നമുക്ക് ഉയർത്താൻ പറ്റും. അത് ഒത്തിരി പേർക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. ആ ചിന്തകളാണെങ്കിലും വചനപ്രകാരമുള്ള ചിന്തകൾ എന്ന് പറയുന്നത് അത് സാത്താനെതിരായിട്ട്, ശത്രുവിനെതിരായിട്ട് നമ്മൾ പവർഫുള്ളായിട്ട് ഉപയോഗിക്കേണ്ട കാര്യങ്ങൾ വചനപ്രകാരം തന്നെ ചിന്തിക്കുക, വചനപ്രകാരം തന്നെ പറയുക, അത് ഷെയർ ചെയ്യുക. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. താങ്ക് യു.